To Vidya Group's English classes. And now, what we are going to deal today is an expression. It is from one to the other. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. Here are some present tense sentences using the phrase from one to the other. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നതിന് പ്രസന്റ് ടെൻസിലെ ചില വാചകങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞോട്ടെ. ആദ്യം, പക്ഷികൾ പറക്കുന്നു ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക്. എങ്ങനെ പറയും? ബേർഡ്സ് ഫ്ലൈ ഫ്രം വൺ ട്രീ ടു ദി അതർ. The birds fly from one tree to the other. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷികൾ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പക്ഷികൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫ്ലൈ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷി പറക്കുന്നു എന്നാണെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. കാരണം പക്ഷികൾ പ്ലൂരലാണ്, ഒന്നിലേറെ പക്ഷികളുണ്ട്. അപ്പോൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഫ്ലൈ, വെർബ്, അത് എസ് ഇല്ലാത്ത ഫോമിലാണ് പ്രയോഗിക്കേണ്ടത് എന്നർത്ഥം. ഇത് ഒരു പക്ഷി പറക്കുന്നു എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ദ ബേർഡ് ഫ്ലൈസ് ഫ്രം വൺ ട്രീ ടു ദി അതർ. ആ പക്ഷി ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം അതാണ്. ആ പക്ഷി, ദ ബേർഡ് ഫ്ലൈസ്, പറക്കുന്നു. നോക്കൂ, ഒരു പക്ഷി ആയപ്പോഴേക്കും ഫ്ലൈ എന്നത് മാറി ഫ്ലൈസ് എന്നായിട്ട് മാറുന്ന ആ മാറ്റം ശ്രദ്ധിക്കുക. ദ ബേർഡ് ഫ്ലൈസ് ഫ്രം വൺ ട്രീ ടു ദി അതർ. ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പറക്കുന്നു. നോക്കാം രണ്ടാമത്തേത്. ചിൽഡ്രൻ റൺ ഫ്രം വൺ റൂം ടു ദി അതർ. കുട്ടികൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടുന്നു. ചിൽഡ്രൻ റൺ ഫ്രം വൺ റൂം ടു ദി അതർ. കുട്ടികൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന കണക്കിന് വിറളി പിടിച്ചെന്ന മാതിരി ഓടുകയാണ്. കുട്ടികളുടെ കളി അങ്ങനെയാണല്ലോ. നമുക്കത് കുട്ടികളായതുകൊണ്ട് പ്ലൂരൽ സബ്ജക്റ്റ് ആണ്, ഒന്നിലേറെ കുട്ടികളുണ്ട്. അതുകൊണ്ട് റൺ എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് എസ് ഇല്ലാത്ത ഫോമിലാണ് പ്രയോഗിക്കേണ്ടത് എന്ന റൂൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കാനാണ് വീണ്ടും അതേപോലത്തെ ഉദാഹരണം പറഞ്ഞത്. ചിൽഡ്രൻ റൺ ഫ്രം വൺ റൂം ടു ദി അതർ. ഒപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ശൈലി മറന്നു പോരുത്, ഫ്രം വൺ ടു ദി അതർ എന്നുള്ള ശൈലി. അപ്പോൾ അവിടെ ഒരു നേരത്തെ പറഞ്ഞത് ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് എന്നുള്ള രീതിയിലാണ് ശൈലി നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സമാനമായ ശൈലികൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ചിന്തിക്കുക. വേറെ ഏതെങ്കിലും ആശയം ഉപയോഗിച്ചിട്ട് ഒരു മരക്കൊമ്പിൽ നിന്ന് മരക്കൊമ്പിലേക്ക് എന്ന് തന്നെ പറയണമെന്നില്ല, ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് പാർത്തി എഴുതുന്നു എന്ന് പറയാം. അല്ലെ, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് മാറി മാറി നോക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഇടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നു എന്ന് പറയാം. ഇതിനൊക്കെ ഈ ഫ്രം വൺ സ്പേസ് ടു ദി അതർ എന്ന പ്രയോഗം നല്ലതാണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഗ്രാമർ ഭാഗത്തേക്ക്. ഒരു കുട്ടി ആണ് ഈ ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിയത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാം? ഇതുപോലെ, ദ ചൈൽഡ് റൺസ് ഫ്രം വൺ റൂം ടു ദി അതർ. ആ കുട്ടി, ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രത്യേക കുട്ടി, ഏതാണെന്ന് എനിക്കും അറിയാം, എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാം. ആ കുട്ടിയുടെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അവനുണ്ടല്ലോ, അവൻ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ദ ചൈൽഡ് റൺസ് ഫ്രം വൺ റൂം ടു ദി അതർ. ഓക്കെ, ഇവിടെ ഒരു കുട്ടി ആയതുകൊണ്ടാണ് വെർബ് ദ എസ് ഫോമിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വാചകത്തിലെ പ്രവൃത്തി ചെയ്യുന്നയാൾ, അതായത് സബ്ജക്റ്റ്, ഒരാളെ ഉള്ളെങ്കിൽ വെർബ് എസ് ഫോമിൽ പറയണം. റൺ എന്ന് പറഞ്ഞാൽ പോരാ, റൺസ് എന്ന് പറയണം. ചിൽഡ്രൻ എന്ന് പറഞ്ഞപ്പോൾ കുറെ പേരുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് എസ് ഫോം പറയാൻ പാടില്ല. അപ്പൊ റണ്ണ് തന്നെ പറയണം, ഓടുന്നു എന്ന അർത്ഥത്തിൽ. പക്ഷേ ഒരു കുട്ടി ഓടുന്നു എന്ന് പറയാൻ ദ ചൈൽഡ് റൺസ് എന്ന് തന്നെ പറയണം, ഫ്രം വൺ റൂം ടു ദി അതർ എന്ന്. വീണ്ടും മറ്റൊരു ഉദാഹരണം നോക്കുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടും. വിനോദസഞ്ചാരികളെ ടൂറിസ്റ്റുകൾ എന്നാണല്ലോ പറയുന്നത്. ദ ടൂറിസ്റ്റുകൾ വാക്ക് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് നടക്കുന്നു. അപ്പൊ ടൂറിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട്, അവര് ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് നടക്കുന്നു. ദ ടൂറിസ്റ്റ് വാക്ക് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. ഇനി അതേസമയം വിനോദസഞ്ചാരി ഒരാളെ ഉള്ളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടൂറിസ്റ്റസ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ടൂറിസ്റ്റ് എന്ന് ഒറ്റ ഒരു വാക്ക് പ്രയോഗിച്ചാൽ മതി. ദ ടൂറിസ്റ്റ് വാക്സ് എന്നാക്കണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് വന്നിരിക്കുന്നു അല്ലെ. ഏകവചന സബ്ജക്റ്റ് വന്നപ്പോൾ വാക്ക് എന്നുള്ള വെർബ് എസ് ഉപയോഗിച്ച് വേണം പറയാൻ, എസ് ഫോമിൽ പറയണം. ദ ടൂറിസ്റ്റ് വാക്സ് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. ഓക്കെ, ഒരു കടയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി അയാൾ നടക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ദ ഷെഫ്സ് മൂവ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷെഫുകൾ, അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഷെഫുകളെ കുറിച്ചാണ്. കുറേ ഷെഫുകളുണ്ട്. വലിയ തിരക്കുള്ള ഒരു വലിയ ഇന്റർനാഷണൽ ഹോട്ടലിലെ
ഒന്നിലേറെ ഷെഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഒന്നിലേറെ വർക്ക് സ്റ്റേഷനുകൾ ഉണ്ടാവും. ഓരോ വർക്ക് സ്റ്റേഷനുകളിലും ഗ്രില്ലിങ് അല്ലെങ്കിൽ ബോയിലിങ്, ബേണിങ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ നടക്കുകയായിരിക്കും. അപ്പോൾ ഈ ഷെഫുമാരൊക്കെ ഓരോ സ്റ്റേഷനിൽ നിന്ന് ഓരോ സ്റ്റേഷനിലേക്ക് മാറി മാറി സൂപ്പർവൈസ് ചെയ്ത് നടക്കുകയാണ്. ദ ഷെഫ്സ് മൂവ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ. ഇനി ഒരു ഷെഫേ ഉള്ളെങ്കിലോ അയാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറുന്നു എന്ന് എങ്ങനെ പറയും? ദ ഷെഫ് മൂവ്സ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ എന്നാണ് അത് പറയേണ്ടത്. ഓക്കെ, നമുക്ക് മറ്റൊന്ന് നോക്കാം. സ്റ്റുഡൻസ് സ്വിച്ച് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. വിദ്യാർത്ഥികൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സ്റ്റുഡൻസ് സ്വിച്ച് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. ഒരു സ്വിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാറി മാറി കടക്കുന്നു എന്നർത്ഥം അല്ലേ? ഇനി അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഒരു കുട്ടിയാണെങ്കിലോ ദി സ്റ്റുഡൻറ് സ്വിച്ചസ് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ എന്നാണ് പറയേണ്ടത്. എന്തുമാവട്ടെ, ഈ സെന്റൻസുകൾ ഒക്കെ ഒരു വർത്തമാനകാലത്തിലെ കാര്യങ്ങളാണ്. പ്രസന്റ് ടെൻസിലെ ഹാബിച്വൽ ആക്ഷൻസ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നടന്ന സംഭവങ്ങൾ എന്ന രീതിയിലാണ് പറയാറ്. നമുക്ക് നോക്കാം ഒരു വാചകം. ബേർഡ്സ് ഫ്ലൂ ഫ്രം വൺ ട്രീ ടു ദി അതർ. പക്ഷികൾ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറന്നു. ആ പക്ഷി പറന്നു എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ബേർഡിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദ ബേർഡ് ഫ്ലൂ ഫ്രം വൺ ട്രീ ടു ദ അതർ. ഓക്കെ, നമുക്ക് പാസ്റ്റ് ടെൻസിലാണ് ഇതൊക്കെ. ഇത്ര നേരം പറഞ്ഞ പ്രസന്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഇനിയിപ്പോ എങ്ങനെയാണ്? ഇനി പാസ്റ്റ് ടെൻസ് പറയുവാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ പറയും എന്നതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ ഈ ആശയങ്ങളൊക്കെ തന്നെ എങ്ങനെ പറയണം എന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇനി ഒരു പക്ഷിയേ ഉള്ളെങ്കിലോ, അത് ഒന്നിലേറെ പക്ഷികളുണ്ടെങ്കിലും ഒരു പക്ഷി ഉണ്ടെങ്കിലും ഒക്കെ ഫ്ലൂ തന്നെയാ, വലിയ മാറ്റമൊന്നും വരുന്നില്ല. കണ്ടോ? അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിൽ അപ്പോൾ ഇത് ബാധകമല്ല എന്നർത്ഥം. ഏത് ബാധകമല്ല? പാസ്റ്റ് ടെൻസിൽ ഈ എസ് ചേർക്കണം എസ് ചേർക്കണ്ട എന്ന നിയമമൊന്നും ബാധകമല്ല. ആകപ്പാടെ ഒറ്റ ഒരു പാസ്റ്റ് ഫോമേ ഉള്ളൂ. ആ ഒരു പാസ്റ്റ് ഫോമിൽ സിംഗുലർ സബ്ജക്റ്റ് വന്നാലും അതെ, ഒരു പക്ഷിയേ ഉള്ളെങ്കിലും അതെ, ഒന്നിലെ പക്ഷികൾ കുറെ ഉണ്ടെങ്കിലും അതെ, ആ ഫ്ലൂ എന്ന വാക്ക് അത് തന്നെ, മാറ്റമില്ല എന്നർത്ഥം. പാസ്റ്റ് ടെൻസിൽ അപ്പോൾ ഈ തലവേദനയില്ല. സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്നൊന്നും നോക്കി പ്രയോഗിക്കേണ്ട തലവേദന പാസ്റ്റ് ടെൻസിൽ ഇല്ല എന്നർത്ഥം. നമുക്ക് അത് ഇനിയും കുറെ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുക. പെട്ടെന്ന് ഒരു വാചകത്തിലൂടെ പഠിക്കാൻ സാധിക്കില്ല. പഠനം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ് ആണ്, അത് മറക്കണ്ട. ഇനി മറ്റൊരു വാചകം നോക്കാം. ചിൽഡ്രൻ റാൻ ഫ്രം വൺ റൂം ടു ദി അതർ. കുട്ടികൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടി. ഓടി എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ച് നടന്നു കഴിഞ്ഞ കാര്യമാണല്ലോ, പാസ്റ്റ് ടെൻസ് വാചകമാണ് അല്ലെ? തീർച്ചയായിട്ടും റാൻ എന്നാണ് പറയേണ്ടത്. റൺ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റാൻ. ഇവിടെ പാസ്റ്റ് ടെൻസ് വാചകമായിട്ട് റാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇത് കുട്ടികൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ഓർക്കണം. ഇനി എന്നാൽ ആ കുട്ടി ഓടി എന്ന് അങ്ങനെ പറയും. അപ്പൊ ഒരു കുട്ടിയല്ലേ ഉള്ളൂ? അതെ, ദ ചൈൽഡ്. ഏത് കുട്ടിയാണെന്ന് എനിക്കും അറിയാം, എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാം. ഏത് നമുക്ക് രണ്ടുപേർക്കും ധാരണയുണ്ട്, ഒരു പ്രത്യേക കുട്ടിയാണ്. അവനുണ്ടല്ലോ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടി, അല്ലെങ്കിൽ അല്ലേ ആ ഓടി സംഭവിച്ച് നടന്നു കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പറയും? ദ ചൈൽഡ് റാൻ ഫ്രം വൺ റൂം ടു ദി അതർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ദ ചൈൽഡ് എന്ന് പറയണം. ഓക്കെ, ഇനി പാസ്റ്റ് ടെൻസിൽ അപ്പോൾ ഒരു മാറ്റവും ഇല്ല അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ചിൽഡ്രൻ എന്നുള്ള പ്ലൂറലാണ്, ദ ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. പക്ഷെ സിംഗുലർ സബ്ജക്റ്റ് ആയിക്കോട്ടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയിക്കോട്ടെ, വെർബ് പാസ്റ്റ് ടെൻസിൽ തന്നെ രണ്ടിടത്തും ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അപ്പോൾ പ്രസന്റ് ടെൻസിൽ മാത്രമുള്ളൂ ഈ വ്യത്യാസം? അതെ, പ്രസന്റ് ടെൻസിൽ ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാസ്റ്റ് ടെൻസിൽ നമുക്ക് ആ പാസ്റ്റ് വേർഡ് തന്നെ പറഞ്ഞാൽ മതി. പ്രസന്റ് ടെൻസിലാകുമ്പോൾ എസ് ഫോമും എസ് ഇല്ലാത്ത ഫോമും എന്നൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കണം. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എസ് ഇല്ലാത്ത ഫോം ഉപയോഗിക്കണം പ്രസന്റ് ടെൻസിൽ. എന്നാൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ പ്രസന്റ് ടെൻസിൽ എസ് ഉള്ള ഫോമാണ്. ഇപ്പൊ ഗോ എന്ന വെർബിന് ഗോസ് എന്ന് പ്രയോഗിക്കേണ്ടി വരും സിംഗുലർ സബ്ജക്റ്റിൽ. പ്രസന്റ് ടെൻസിൽ മാത്രം കേട്ടോ, പാസ്റ്റ് ടെൻസിൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇനി വീണ്ടും ദ ടൂറിസ്റ്റ് വാക്ക്ഡ് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. വിനോദസഞ്ചാരികൾ ഒരു കടയിൽ നിന്നും മറ്റൊരു കടയിലേക്ക് നടന്നു. വാക്സ് എന്നല്ല പറഞ്ഞത്, വാക്ക്ഡ്, നടന്നു. പ്രസന്റ് ടെൻസിൽ പറഞ്ഞപ്പോൾ നമ്മൾ വാക്സ് എന്നാ പറഞ്ഞ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ദ ടൂറിസ്റ്റ്, വിനോദസഞ്ചാരികൾ വാക്ക്ഡ് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. ഇനി ഒരു ടൂറിസ്റ്റ് ആണെങ്കിലാണ് വാക്സ് എന്ന് പറയാൻ സാധിക്കുള്ളൂ, ഒന്നിലേറെ ആണെങ്കിൽ വാക്ക് അല്ലേ? ഓക്കെ, ദ ടൂറിസ്റ്റ് വാക്ക്ഡ് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. പാസ്റ്റ് ടെൻസിൽ ആ ഭേദവ്യത്യാസം ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. പ്രസന്റ് ടെൻസിൽ ആകുമ്പോൾ എന്ത് ചെയ്യണം? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വാക്ക് എന്ന് ചേർക്കണം, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാക്സ് എന്ന് ചേർക്കണം. പക്ഷെ പാസ്റ്റ് ടെൻസിലോ
പ്ലൂറൽ സബ്ജക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആവട്ടെ എല്ലാം ആ ഇ ഡി ചേർത്തുള്ള പാസ്റ്റ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി എന്നർത്ഥം. വാചകത്തിന്റെ അർത്ഥമൊന്നും ഇനി പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ വാചകങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി ദ ഷെഫ് മൂവ്ഡ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ. പാചകക്കാരൻ ഒരാളെ ഉള്ളൂ. ഇനി ഷെഫ്സ് ആവുമ്പോഴോ പാചകക്കാർ എന്ന് ഒന്നിലേറെ പേരായില്ലേ, രണ്ട്. അതായത് ആദ്യത്തേത് സിംഗുലർ, രണ്ടാമത്തേത് പ്ലൂറൽ. സിംഗുലർ സബ്ജക്റ്റ് വന്നാലും പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലും മൂഡ് എന്ന പാസ്റ്റ് ടെൻസ് വാക്ക് ഉപയോഗിച്ചാൽ ആ വാചകം പാസ്റ്റ് ടെൻസിൽ അർത്ഥപൂർണമായി എന്ന് ഓർമ്മിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, മൂഡ് എന്ന പാസ്റ്റ് ടെൻസ് വാചകം ഉപയോഗിച്ചാൽ ആ വാചകം മീനിങ്ഫുൾ ആയി എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ വാചകം നോക്കാം. സ്റ്റുഡൻസ് സ്വിച്ച്ഡ് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. വിദ്യാർത്ഥികൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്തു. സ്റ്റുഡൻസ് സ്വിച്ച്ഡ് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. ഇനി അടുത്തത് ദ സ്റ്റുഡൻറ് സ്വിച്ച്ഡ് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. നോക്കൂ, ആദ്യത്തെ വാചകം ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണല്ലേ, ഒന്നിലേറെയുണ്ട്. വിദ്യാർത്ഥികൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറി മാറി പ്രവേശിച്ചു. എന്നാൽ ഒരു വിദ്യാർത്ഥി പ്രവേശിച്ചു എങ്ങനെ പറയും? ദ സ്റ്റുഡൻറ് സ്വിച്ച്ഡ് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. ഒരു വിദ്യാർത്ഥി എന്നത് പ്രധാനമായ കാര്യമാണ്, ഓർമ്മിക്കുക. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. പക്ഷെ സിംഗുലർ സബ്ജക്റ്റ് വന്നാലും പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലും പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് അത് മാറ്റം വരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാൽ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരും അല്ലേ. പ്രസന്റ് ടെൻസിലാകുമ്പോൾ പ്ലൂറലിന്റെ കൂടെ എസ് ഇല്ലാത്ത ഫോം സ്വിച്ച് എന്നും സിംഗുലറിന്റെ കൂടെ സ്വിച്ചസ് എന്നും മാറ്റി പ്രയോഗിക്കേണ്ടി വരും. എസ് ഉള്ള ഫോം ഉപയോഗിക്കേണ്ടി വരും എന്നർത്ഥം. ഇനി ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഹിയർ ആർ സം സെന്റൻസസ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞിട്ട് ഇതേ വാചകങ്ങൾ തന്നെയാണ് കേട്ടോ, പുതിയ വാചകങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ബേർഡ്സ് വിൽ ഫ്ലൈ ഫ്രം വൺ ട്രീ ടു ദി അതർ. പക്ഷികൾ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് പറക്കും. പറഞ്ഞിട്ടില്ല. അപ്പൊ ചോദിക്കും, ഇങ്ങനത്തെ ഒരു സാങ്കല്പിക സാഹചര്യം എന്തിനാ നമ്മൾ പറയേണ്ടി വരുന്നത്? പറഞ്ഞിട്ടില്ലാതെ ഭാവിയിൽ പറക്കും, പക്ഷികൾ പറക്കും എന്നൊക്കെ പറയേണ്ടി വരാറുണ്ടോ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക്? ശരിയാണ്, അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം ഞാൻ ഒരെണ്ണം പറയാം. അതായത് നമ്മളൊരു പദ്ധതി, പ്ലാൻ, ഒരു തിരക്കഥ ഒരു സംവിധായകനോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ രംഗത്ത് പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഇങ്ങനെ പറക്കും. അപ്പോൾ അതിലെ ആ മരച്ചോട്ടിലൂടെ നായിക നടന്നു വരും. അപ്പോഴേക്കും അതിലെ ഒരു ഇളം കാറ്റ് വീശിയടിക്കും. മരങ്ങളിൽ നിന്ന് പൂക്കൾ താഴേക്ക് പൊഴിയുന്നു. രംഗമൊന്ന് ഇങ്ങനെയാണ്. ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പക്ഷികൾ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കും എന്ന് പറയുന്നത് എന്താണ്? മുൻകൂട്ടി തയ്യാറാക്കി വെച്ചേക്കണ ഒരു പ്ലാൻ, ഒരു പദ്ധതി അനുസരിച്ച് ഭാവിയിൽ കാര്യങ്ങൾ അങ്ങനെ നടക്കുമെന്ന് ഒരാളോട് നമുക്ക് വിശദീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ സ്റ്റൈല്, ഈ ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങൾ നടക്കും എന്ന് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് പറയാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വേറെ പല സാഹചര്യങ്ങളിൽ വരും, എങ്കിലും ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. ബേർഡ്സ് വിൽ ഫ്ലൈ ഫ്രം വൺ ട്രീ ടു ദി അതർ. പക്ഷികൾ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് പറക്കും അല്ലെ. ഒരു പക്ഷിയാണെങ്കിലോ ദ ബേർഡ് വിൽ ഫ്ലൈ എന്ന് തന്നെയാണ്. അവിടെ ഫ്ലൈയും ഫ്ലൈസും വ്യത്യാസമില്ല അല്ലെ. ഈ കുട്ടികൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടുമെന്ന് എങ്ങനെ പറയും? ചിൽഡ്രൻ വിൽ റൺ ഫ്രം വൺ റൂം ടു ദി അതർ എന്ന് തന്നെ നമുക്ക് പറയാം. കുട്ടികൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടും എന്ന് പറയാം. ഇനി അടുത്ത സാഹചര്യം നോക്കാം. ദ ടൂറിസ്റ്റ് വിൽ വാക്ക് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. വിനോദസഞ്ചാരികൾ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് തീർച്ചയായിട്ടും നടക്കും എന്നെങ്ങനെ പറയും? ദ ടൂറിസ്റ്റ് വിൽ വാക്ക് ഫ്രം വൺ ഷോപ്പ് ടു ദി അതർ. മറ്റൊരു വാചകം, ദ ഷെഫ് വിൽ മൂവ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ. ഷെഫ് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യും എന്നർത്ഥം. ഇനി ദ സ്റ്റുഡൻസ് വിൽ സ്വിച്ച് ഫ്രം വൺ ടാസ്ക് ടു ദി അതർ. വിദ്യാർത്ഥികൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി ഈ വാചകങ്ങളൊക്കെ ഭാവിയിൽ എന്ത് കാണിക്കും എന്നുള്ളതിനെ കാണിക്കുന്ന വാചകങ്ങളാണ്. നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കണേ. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. ഫ്രം വൺ ബോക്സ് ടു ദി അതർ, ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക്. ഫ്രം വൺ ബുക്ക് ടു ദി അതർ, ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക്. ഫ്രം വൺ ഫ്ലവർ ടു ദി അതർ, ഒരു പൂവിൽ നിന്ന് പൂമ്പാറ്റ മറ്റൊരു പൂവിലേക്ക്. ഫ്രം വൺ റോഡ് ടു ദി അതർ, ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് നഷ്ടപ്പെട്ട നായ അന്വേഷിച്ച് അയാൾ നടന്നു. ഫ്രം വൺ ചെയർ ടു ദി അതർ, ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് കുട്ടികൾ മാറി മാറി ഇരുന്ന് കളിച്ചു. ഫ്രം വൺ ടേബിൾ ടു ദി അതർ, ഒരു മേശയിൽ നിന്ന് മറ്റൊരു മേശയിലേക്ക് ഫയലുകൾ നീക്കി വെച്ചു. ഹി ചേഞ്ച്ഡ് ഓൾ ദ മണി ഫ്രം വൺ ബോക്സ് ടു ദി അതർ, എല്ലാ പണവും ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് അവൻ മാറ്റി.
He copied all the notes from one book to the other. The butterfly flew from one flower to the other in search of nectar. പൂന്തേൻ അന്വേഷിച്ച് പൂമ്പാറ്റ പറന്നു.